വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാർ വീട്ടു പഠിക്കൽ ഈ കൃപാസന പത്രം കൊണ്ടുവന്ന് വെച്ചിട്ടും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ. അപ്പോൾ ഞാൻ ഓർക്കും എന്തൊരു വിവരക്കേടാ, മനുഷ്യന് വെളിവില്ലാതെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുകയും ഇതുപോലെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നല്ലോ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു. കാരണം കൃപാസനത്തോട് എനിക്ക് അത്രയേറെ വെറുപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നത് അത്ര മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. പത്രം കലക്കി തിന്നു, കുടിച്ചു, പിന്നെ ചിലരൊക്കെ ഹോസ്പിറ്റലായി, ഇങ്ങനെയൊക്കെ കേട്ടിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഈ അച്ഛനും ഇവിടെയുള്ള ഈ സ്ഥാപനം കൂടി ക്രിസ്ത്യാനികളോടും ക്രിസ്തുമതത്തോടും മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്നതിന് വേണ്ടി എന്തിനിങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വഴിക്ക് വരരുതെന്ന് ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരുന്ന ഞാൻ, പക്ഷേ ഞാനൊരു 20 വർഷങ്ങൾക്ക് മേലെയായിട്ട് പള്ളിയിൽ പോകുന്ന കാര്യത്തിലും പ്രാർത്ഥിക്കുന്ന കാര്യത്തിലും ഒട്ടും വളരെ ശുഷ്കാന്തിയുള്ള ഒരാളായിരുന്നു. കാരണം ഞാൻ ഓർക്കുന്നുണ്ട് 153 മണി ജപങ്ങൾ എത്രയോ ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഒരു കാലത്ത് ഈ ഇട ദിവസങ്ങളിലുള്ള പള്ളിപ്പോക്കിനകത്ത് കുറവ് വന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ കൊന്ത ചൊല്ലുന്നതിനകത്ത് കുറവ് വന്നു. പക്ഷേ പൂർണ്ണമായിട്ട് നിന്നില്ല. പക്ഷേ ഇത് ഈ പ്രാർത്ഥനയോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും എനിക്ക് കൃപാസനത്തോട് ഭയങ്കര വെറുപ്പായിരുന്നു. പിന്നീട് ഒരിക്കൽ ഞാൻ ഈ നാട്ടിലെത്തി. അതിനുശേഷം ഈ ഡോക്ടർ കണ്ടു, തിരിച്ചു വന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർക്ക് ഒരു കൃത്യമായിട്ടൊരു മറുപടി ഒന്നും പറയാൻ വന്നില്ല. പിന്നെ എങ്കിലും ഞാൻ തിരിച്ചു വീട്ടിൽ പോയപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കൃപാസനത്തിലോട്ട് വരണ്ട എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഈ ഒരു അമ്മയും 2 പെൺമക്കളും എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത് കൃപാസന പത്രമായിട്ട്. അപ്പോൾ എനിക്ക് ഇത് വളരെ വെറുപ്പുള്ളൊരു സംഭവമാണ്. പക്ഷേ എങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നവരെന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെ കേട്ടു. അപ്പോൾ ഈ അമ്മ പറയുകയാണ്, സഞ്ചാരി മാതാവാണ് കൂടെ വരും. ഞാൻ ആദ്യമായിട്ടാണ് സഞ്ചാരി മാതാവെന്നൊരു പദം കേൾക്കുന്നത്. എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നി. അതുപോലെ തന്നെ ഇവർ പറഞ്ഞു ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പൊക്കെ ഉപയോഗിച്ച് അവരുടെ മക്കളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ബാങ്കുകളിലൊക്കെ പോയപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടന്നു കിട്ടി എന്നൊക്കെ പറഞ്ഞു. അതൊന്നും എനിക്ക് വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നില്ല. പക്ഷേ അവർ ഈ മാതാവ് കൂടെ വരുന്നു എന്ന് പറഞ്ഞത് എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അവരെന്നോട് പറഞ്ഞു, പോകാൻ നേരം എന്നോട് പറഞ്ഞു, രാവിലെ ചെന്നാൽ ഉടമ്പടി എടുക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉടമ്പടി എന്താണെന്ന് മനസ്സിലായില്ല. ഞാനത് മൈൻഡ് ചെയ്തുമില്ല. പക്ഷേ അവർ പോയി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ഈ കൃപാസനത്തിൽ ഒന്ന് പോയി. കാരണം ഞാൻ അവധിക്ക് വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നതിനുകൊണ്ട് ഒരു വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പോകുന്നതിന് 2 ദിവസം മുമ്പാണ് തിരിച്ചു കൊടുക്കണം. അപ്പം വണ്ടി വീട്ടിൽ കിടപ്പുണ്ട്, വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കൃപാസനത്തിലൊന്ന് പോയി ആലപ്പുഴ ബീച്ചൊക്കെ ഒന്ന് കറങ്ങി എല്ലാം ഒന്ന് കണ്ടു കേട്ട് തിരിച്ചു വരാം. വെറുതെ വണ്ടി വീട്ടിലിട്ട് വാടക കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പൊൻകുന്നത്ത് നിന്ന് ഇവിടെ കൃപാസനത്തിലെത്തി.